സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കായുടെ പരിശുദ്ധ സുവിശേഷം. എല്ലാവരും പ്രശംസിച്ച് പറയുകയും അവന്റെ നാമം പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് ചൊല്ലി ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കപടമായി നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ വിധവയുടെ മറ്റാരുടെയും ഏലിയ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് സ്ത്രീയാകാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സ്ത്രീകളുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് വീടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവർ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏവർക്കും തിരുകുടുംബത്തിന്റെ തിരുനാൾ മംഗളങ്ങൾ കൃത്യമായി നേരുകയാണ്. നമുക്കറിയാം, തിരുനാളുകൾ തിരുത്തലുകളുടെ സമയമാണ്, അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് വിലയിരുത്താനുള്ള ഒരു സമയം. ഞങ്ങളുടെ സെമിനാരിയിൽ മന്ത്ലി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടാവും. എല്ലാ മാസവും ഒരു ദിവസം അതിനായിട്ട് ഞങ്ങൾ പ്രത്യേകം മാറ്റി വെച്ചിരിക്കും. അന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കയ്യിൽ 1 മാസത്തെ കാലത്തെ പറ്റി ഒന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ തിരുനാളിൽ, പ്രത്യേകമായിട്ട് തിരുവനന്തപുരത്തിന്റെ തിരുനാളിലേക്ക്, ഇടവ തിരുനാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് വിലയിരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒരുപാട് കുറവുണ്ടാകും. അതൊക്കെ ഇന്ന് തിരുത്താനുള്ള ഒരു സമയമാണ്. ചിലപ്പോൾ ചില യൂട്യൂബുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് നാളത്തെ ഉപയോഗത്തിന് ശേഷം നമ്മൾ ചില വണ്ടികളൊക്കെ സർവീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. എന്നപോലെ തന്നെ നമ്മെ തന്നെ ഒന്ന് സർവീസ് ചെയ്യാനുള്ള ഒരു സമയമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുകുടുംബത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ തിരുകുടുംബത്തോട് നമുക്ക് നമ്മുടെ മാധ്യസ്ഥം തേടാം. ഇന്നേ വരെ നമ്മളെ അനുഗ്രഹിച്ച തിരുകുടുംബത്തിനോട് എന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും. നമുക്കറിയാവുന്ന ഒട്ടനവധി ദേവാലയങ്ങളിൽ ഒരുപാട് വിശുദ്ധ നാമധേയത്തിൽ അറിയപ്പെടുന്ന ദേവാലയങ്ങളാണ്. എന്നാൽ നമ്മുടെ ദേവാലയത്തിന്റെ പ്രത്യേകത എന്നത് അത് തിരുകുടുംബത്തിന്റെ നാമധേയത്തിലുള്ളതാണ്. എന്റെ ഇടവക ദേവാലയവും തിരുകുടുംബത്തിന്റെ നാമധേയത്തിലുള്ളതായത് എന്റെ ഇടവക ദേവാലയത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇടവയെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരുകുടുംബത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഡെറിക് ജിബ്സന്റെ ഡോൾസ് ഹൗസ് എന്നാണ് ഒരു ചെറിയ കഥയുണ്ട്. അതിലെ കഥാനായിക നോറ തന്റെ ഭർത്താവുമായി പിണങ്ങിപ്പോകുന്ന പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല. രണ്ടാമതായിട്ട്, എന്നെ എന്നും ഒരു അന്യയായിട്ട് കാണുകയും അപരിചിതരെ പോലെ നമ്മൾ ജീവിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് ഞാനൊരു കളിപ്പാട്ടം മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. എന്നെ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ പോലെ ഒരു പാവയെ മാത്രമേ. അതാണ് ഇതിന്റെ കഥയുടെ പേര് തന്നെ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഒരു പാവയെ മാത്രം മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നാം മറ്റുള്ളവർ കൊടുക്കേണ്ട വിലയെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കന്മാർക്ക്
ഭർത്താവ് ഭാര്യയെ ഒരു പാവയായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരിക്കലും പാടില്ല. മറിച്ച് പരസ്പരം സ്നേഹിക്കുവാനും വിധേയപ്പെടുവാനും അനുസരിക്കുവാനും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ തിരുക്കുടുംബത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവും. ദൈവഹിതത്തോട് എന്നും ആമേൻ പറഞ്ഞവരാണ് വിശുദ്ധ തിരുക്കുടുംബത്തിലെ ഓരോ അംഗവും. ഔസേപിതാവിനെ പറ്റി നമുക്ക് വ്യക്തമായി അറിയാം. ഔസേപിതാവിനെ പറ്റി പറയുമ്പോൾ ഔസേപിതാവ് ഒരു നീതിമാനാണ് എന്നായിരിക്കും നമ്മളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഔസേപിതാവിനെ നീതിമാൻ വിളിക്കുന്നത്? ഔസേപിതാവിനെ നീതിമാൻ വിളിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊക്കെ ഔസേപിതാവ് യഹൂദ പാരമ്പര്യത്തിൽ ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയായതിനാൽ നിയമങ്ങളെല്ലാം അണുകളെ തെറ്റാതെ കൃത്യമായി പാലിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും പരിശുദ്ധ അമ്മയുടെ കാര്യത്തിൽ വന്നപ്പോൾ പരിശുദ്ധ അമ്മയെ അവമാനിതയാക്കാൻ ഔസേപിതാവ് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ രഹസ്യമായി പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാനാണ് ഔസേപിതാവ് തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ദൂതം വഴി ദൈവത്തിന്റെ അരുളപ്പാട് സ്വപ്നത്തിൽ ഔസേപിതാവിന് ഉണ്ടാവുകയും ഔസേപിതാവ് ആ സമയം തന്നെ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തു. ഔസേപിതാവ് പരിശുദ്ധ അമ്മയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അല്ലാത്ത പക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കിയിരുന്നു. തന്റേതായ കാരണത്താൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഒരു പുരുഷന്റെ അവസ്ഥ എന്തുമാത്രം മാനസികമായ സംഘർഷത്തിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടാവും. എങ്കിലും ദൈവഹിതത്തോട് അദ്ദേഹം ചേർന്ന് നിന്നു. പരിശുദ്ധ അമ്മയെ അവമാനിതയാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കരുണയുടെ ഒരു മുഖം അദ്ദേഹം പരിശുദ്ധയോട് കാണിച്ചതുകൊണ്ടാണ് ഔസേപിതാവിനെ നമ്മുടെ നീതിമാൻ എന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് കാണിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുമ്പോൾ നാം ഒക്കെ ഈ കരുണയുടെ മുഖം നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ മാതാപിതാക്കന്മാരോട് കാണിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഔസേപിതാവിനെ നീതിമാൻ വിളിക്കുന്നതിന്റെ കാരണം ഇതാണെന്ന് നമ്മൾക്ക് ഒരു തിരിച്ചറിവാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തില് കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. രണ്ടാമതായിട്ട് ദൈവാരാധനയിലും പ്രാർത്ഥനയിലും കൃത്യമായ ഒരു ക്രമീകരണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആണ്ടുതോറും അവർ പ്രസാദിച്ചിരിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയിരുന്നതായിട്ട് നമ്മുടെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആണ്ടുതോറും അവർ കൃത്യമായി ദേവാലയത്തിൽ പോയിരുന്നു. അപ്പോൾ ദൈവാരാധനയിലും പ്രാർത്ഥനയിലും കൃത്യമായ നിഷ്ഠ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 8-ാം ദിവസം ഈശോയ്ക്ക് പരിശോധന നൽകുകയും 40-ാം നാളിൽ ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുകയും ചെയ്യുന്ന വഴി കൃത്യമായ ഒരു ഓർഡർ അവരുടെ ജീവിതത്തിൽ ദൈവാരാധനയുടെ കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ മറന്നുപോകുന്നു. ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെയും ഔസേപിതാവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവര് രണ്ടുപേരും ഒന്നിച്ചു നിന്നതായിട്ടാണ് തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവര് ഈജിപ്തിലേക്ക് പോയതും അവർ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നതും അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും 12-ാം വയസ്സിൽ ഉണ്ണിയെ കാണാതെ ജെറുസലേമിലേക്ക് പോയതും അവിടെയുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒന്നിച്ചു നിന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, 3-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് ആ 2 ദിവസത്തെ ഗ്യാപ്പുണ്ട്. അവർ ഒരുപാട് ആത്മസംഘർഷത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവർ പരസ്പരം കുറ്റപ്പെടുത്തിയില്ല. പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന ഔസേപിതാവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഔസേപിതാവിനോട് വിധേയപ്പെട്ട് ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ചിലപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് വീണ്ടും അല്പം കൂടെ കാര്യങ്ങൾ കൊടുക്കുന്നവരാണോ നാം നമ്മുടെ കൂടെയുള്ളവർ? അങ്ങനെ ആകാതെ പരസ്പരം കുടുംബങ്ങളിലൊക്കെ ഒരുപാടൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങളൊക്കെ വരുമ്പോൾ പരസ്പരം ഒന്ന് ക്ഷമിക്കുവാനും പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം ഒന്ന് തോറ്റു കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയും ഔസേപിതാവും ഒന്നിച്ചു നിന്നതുപോലെ, ഒന്നിച്ച് യാത്ര ചെയ്തതുപോലെ ഈ തിരുക്കുടുംബത്തോട് ചേർന്ന്
ദൈവത്തിലേക്ക് നമുക്കും യാത്രയായിരുന്നു. വിശുദ്ധ തിരുക്കുടുംബത്തിലെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തുവാനും നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ലൂക്കോയുടെ സുവിശേഷം 1-ാം അധ്യായം അവസാന 30-ാം വാക്യം ഇപ്രകാരം പറയുന്നത്: ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈശോ എങ്ങനെ വളർന്നു വന്നു അതുപോലെ നമുക്ക് വളർന്നു വരാൻ സാധിക്കട്ടെ. ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ആ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ നമുക്കും ഇടയാകും. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് വേദനകളും തകർച്ചകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ്. നമ്മുടെ ഒട്ടനേകം വ്യക്തികൾ ഇന്ന് ഒരുപാട് മേഖലകളിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് മറ്റുള്ള മതങ്ങളിലേക്ക് പോലും പലായനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒത്തിരിയേറെ കുട്ടികൾ നമ്മളിൽ നടന്നു പോകുന്നുണ്ട്. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, നമ്മുടെ കുട്ടികളെ വളരെ കൃത്യതയോടും വ്യക്തതയോടുകൂടെ സ്നേഹിക്കുകയും അവരെ സുരക്ഷിതരായിട്ട് അവരെ നയിക്കുകയും ചെയ്യേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ഒരുപാട് കുട്ടികൾ നമ്മളിൽ അന്യരായി പോകുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാട്സപ്പ് നോക്കിയപ്പോൾ കോട്ടയത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും കോഴിക്കോട് നിന്നും ഒരുപാട് കുട്ടികൾ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഒരുപാട് പേര് അകന്ന് മറ്റു മതത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നാം ഇതൊന്നും പ്രതികരിക്കാറില്ല. നമ്മുടെ ജീവിതത്തില് മാതാപിതാക്കന്മാരെ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തുന്നു, അവരുടെ ബന്ധങ്ങളിൽ, അവരുടെ വളർച്ചയിൽ അവരെ എങ്ങനെ വളരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള അവബോധം നമുക്കുണ്ടാകണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുന്നില്ല. മറിച്ച് അവരെ സ്നേഹിക്കാനും അവരുടെ പോലെ നിന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവരെ വഴികാട്ടാനുമാണ്, അവരെ പൂർണ്ണമായി സ്നേഹിക്കാനുമാണ് നമ്മുടെ കടമ. അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് നടക്കുന്നത് പോലെ ഒട്ടനവധി കുട്ടികളും മാതാപിതാക്കന്മാരും ഒക്കെ നമ്മൾ നടന്നു പോകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ തിരുക്കുടുംബം നമുക്ക് എന്നും മാതൃകയാണ്. പരസ്പരം വിധേയപ്പെട്ട് ജീവിച്ച ഈശോയും ഔസ്യപിതാവും മാതാവിനെയും പോലൊക്കെ വിധേയത്വത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ മോഡൽ വിശുദ്ധ തിരുക്കുടുംബമായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൽ വിളങ്ങിയിരുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിലും സായത്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രതിസന്ധികളിൽ ദൈവത്തോട് ചേർന്ന് എന്ന് അതിനെയൊക്കെ വളരെ വികാരപരമായ രീതിയിൽ അഹങ്കരിക്കാതെ അതിനെയൊക്കെ ദൈവം നൽകുന്ന സമ്മാനങ്ങളായി കണ്ടുകൊണ്ട് ദൈവത്തോട് സഹകരിച്ചുകൊണ്ട് അതിൽ കൂടുതൽ വിശ്വാസത്തോടുകൂടെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തോട് ആമേൻ പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവ പരിപാലനത്തിലുള്ള ബോധ്യത്തിൽ ഉറച്ചു നിന്ന് വളർന്ന് ദൈവഹിതത്തോട് ചേർന്ന് ദൈവഹിതത്തോട് എന്നും ആമേൻ പറയുവാനും പ്രാർത്ഥനയിലും ദൈവാരാധനയിലും വളർന്നു വരുവാനും ഔസപിതാവിനെ പോലെ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുവാനും പരിശുദ്ധ അമ്മയെ പോലെ വിധേയത്തോട് ജീവിക്കുവാനും ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വരുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. അങ്ങയുടെ സാക്ഷികളെ പോലെ ഞങ്ങളുടെ ശരീരത്തെ ആത്മസ്മരണത്തിൽ നിത്യജീവൻ കണ്ടെത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.